ഹായ്. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയ ഈ ഒരു സ്റ്റാൻഡ് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയ അടുത്ത ഐറ്റം പേപ്പർ പെന്നാണ് ഗൈസ്. എൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ചുറ്റുന്ന വീഡിയോ അത് ഞാൻ എടുത്തിട്ട് ഒഴിവാക്കിയതാണ് സംഗതി. അത്രയ്ക്ക് ഇത് റീഫില്ലർ മാറ്റാൻ പറ്റുന്ന പെന്നാണ്, പേപ്പർ പെന്നാണ്. അതിനിവിടെ ബാക്കിലൊരു ഇതൊക്കെ കൊടുത്തിട്ടാണ്. ഇതുണ്ടോ, റീഫില്ലർ നമുക്ക് മാറ്റാൻ പറ്റുന്ന ടൈപ്പാണ്. അപ്പോൾ റീഫില്ലർ മാറ്റുന്ന ടൈപ്പായതുകൊണ്ട് ഭയങ്കര പ്രാന്ത് പിടിച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട്. റീഫില്ലർ മാറ്റുന്നതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്ന ടൈപ്പ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഇതൊക്കെ കൊടുത്തു കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ടായതുകൊണ്ട് ഉള്ളിൽ നമുക്ക് റീഫില്ലർ വെച്ച് ഒട്ടിച്ചിട്ട് ചുറ്റാനാവില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇങ്ങനെ ചുറ്റിയെടുക്കാൻ നല്ല പാട് കിട്ടും. അത് മാത്രമല്ല, നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും, ഇവിടെ ഒരു ഓർഡർ ഇല്ലാത്ത പോലെയാണ് വരുന്നത്. ഇതുണ്ടോ, ഇങ്ങനെയാണ്. പക്ഷെ കുഴപ്പമില്ല, അത് നമുക്ക് ഒപ്പിക്കാം. പുറകിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളകിപ്പോരും. ഇത് എഴുതൊക്കെ ചെയ്യും, നല്ല രസമാണ്. അയ്യോ, പെന്നുള്ളിൽ പോയി. പെന്നിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തള്ളി കൊടുക്കേണ്ടി വരും, ഇല്ലെങ്കിൽ എഴുതാൻ പടിയായിരിക്കും. ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട് എഴുതാൻ പറ്റിയില്ല, പിന്നെ എന്തിനാ ഇത്? തൽക്കാലം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് പേപ്പർ ഫില്ലിങ് എഴുതി നോക്കിയത് എന്തായാലും നന്നായിട്ടോ. ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ സ്കൂളിൽ പോയിട്ട് നാണം കെടുമായിരുന്നു. ഷോ ഇറക്കാൻ നിന്നാൽ ഞാനെല്ലാം കൂടെ നാണം കെട്ടി തിരിച്ചു വരേണ്ടിയായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി പേപ്പർ ചുരുട്ടി കൂട്ടിയത് ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ വെച്ച് ഈ ഒരു സാധനം ഇങ്ങനെ വെക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് നിൽക്കും. അയ്യോ, ഇതിൻ്റെ ഉള്ളിൽ അത് കയറ്റുന്നത് വലിയ ടാസ്ക്കാണ്. അയ്യോ, കാരണം ഇവിടെ ഒരു സാധനം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു ബാക്കിൽ. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഉരുട്ടിയിട്ട് ഏത് സമയം വേണേലും പറഞ്ഞു പോരാൻ സാധ്യത ഉള്ളതാണ്. പേപ്പർ ഉരുട്ടി വെച്ചുകൊടുക്കാം. ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് പശയിൽ കുത്തിയിട്ട്, പശയെ സ്റ്റഡി ടേബിളിൻ്റെ മുകളിൽ ഇത്തിരി ഒറ്റിച്ച് വെച്ചതാണ്. മറ്റേ ഇതിൽ നിന്ന് ഞെക്കിയാൽ കിട്ടില്ല. എന്നിട്ട് ഈ റബ്ബർ ബാൻഡൊക്കെ കുടുക്കി വെച്ചതാണ്. എൻ്റെ മുടിക്ക് കുത്തുന്നതൊക്കെ കുടുക്കി വെച്ചതാണ്. അങ്ങനെ രണ്ടാമത്തെ പേപ്പർ ബോളും ഈ ഒരു സാധനത്തിൻ്റെ ഉള്ളിലേക്ക് കടത്തിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു കുഞ്ഞിതുണ്ടാക്കി കയറ്റുന്നതായിരിക്കും ബെറ്റർ. പക്ഷെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഒട്ടും എനിക്കെൻ്റെ ക്ഷമയില്ല. അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് തീർക്കണം എന്നുള്ളൊരിതാണ് എനിക്ക്. അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ മുഴുവനും കുത്തി നിറച്ചിട്ടുണ്ട്. കാണാവോ? ഇതൊന്നും പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പശ, ലാസ്റ്റ് കോട്ട് പശയാണ്. കഷ്ടപ്പെട്ട് ഞെക്കിയെടുത്തതാണ് ഈ സാധനം. ഇതിൻ്റെ അകത്തുണ്ട്, പക്ഷെ ഇതിൻ്റെ അകത്തുനിന്ന് വരാൻ പണിയാണ്. പക്ഷെ കുറേ ആയിട്ട് മൂടില്ലാതെ കിടക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ വരുന്ന ഭാഗത്ത് പശ ഉണങ്ങിയിട്ട് പണിയായി നിൽക്കുമായിരുന്നു. ഒരു പശ കിട്ടുന്നില്ലായിരുന്നു. പിന്നോണ്ടൊക്കെ കുത്തി തുളച്ചിട്ടുണ്ടാക്കിയെടുക്കുകയാണ്. ബാക്ക് വിട്ട് പോരുന്നുണ്ട് ഇതിൻ്റെ. അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇൻസൈഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് എഴുതിയാൽ വിട്ട് പോരില്ല എന്നാണ്. പണി പാളുന്നുണ്ടേ, ചെറുതായിട്ട് പണിപ്പാളിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിങ്ങനെ എടുക്കത് ലൂസാണ്. ടോട്ടലി ഇത് ഭയങ്കര ലൂസായിട്ടാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റൊരു കോട്ട് പശ അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു. സെലോ ടൈപ്പ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഉള്ളിലും ചെറിയ പേപ്പർ കഷ്ണം തിരികേണ്ട ടൈമായിട്ടുണ്ട്. അപ്പോൾ കുഞ്ഞി പീസ് നൈസ് കട്ട് ചെയ്യണം.
അതിനകത്തേക്ക് കുഞ്ഞു പേപ്പേഴ്സൊക്കെ ഇൻസൈഡ് എടുത്ത് എഴുതാൻ പറ്റുന്ന രീതിയിലാക്കിയിട്ടുണ്ട്. ഇതാ നല്ല രീതിക്ക് എഴുതാൻ പറ്റും. നല്ല രീതിക്ക് എഴുതാനൊക്കെ പറ്റുമ്പോൾ റീഫില്ലർ മാറ്റാൻ പറ്റും. അതിനാണ് ഇവിടെ ഇത് കൊടുത്തത്. റീഫില്ലർ മാറ്റുന്ന ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്യൂട്ട്നെസ്സോടെ ഇതിൻ്റെ ഈ പേനയുടെ മഷി തീർന്നിട്ടുണ്ട്. ഈ ക്യൂട്ട്നെസ്സോടെ ഇത് എങ്ങനെ എടുത്ത് കളയാൻ പറ്റും? ഞാൻ ഇത് തിരുകുന്നതിൻ്റെ ഇടയിൽ മൂടീൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെയാണ് ഇതിൻ്റെ മൂടിയിരിക്കുന്നത്. ദേഹം എനിക്ക് 2-3 സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് പിടിപ്പിച്ച് ഒരു മൂടിയൊക്കെ വെച്ചപ്പോഴേക്കും സാധനം നല്ല ചെത്ത് ലുക്കായിട്ടുണ്ട്. നല്ല കവായി ലുക്കാണ്. ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഞാൻ റീഫില്ലർ മാറ്റുന്ന മെയിനായിട്ട് വെക്കാൻ കാരണം ഈ ക്യൂട്ട്നെസ് കണ്ടിട്ട് ഇതൊക്കെ ആർക്കാ മഷി തീർന്ന് കഴിഞ്ഞിട്ട് എടുത്ത് കളയാൻ തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ റീഫില്ലർ മാറ്റുന്ന ടൈപ്പ് വെച്ചത്. കാണുമ്പോൾ ഇവിടെ മഷി തീർന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ല വലിക്കുക, റീഫില്ലർ ഒഴിവാക്കുക, വേറെ റീഫില്ലർ അതിനകത്തേക്ക് കടത്തുക. ഇവിടെയും കൂടെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ പ്ലെയിനായിട്ട് ഒഴിച്ചിട്ടു. ഈ മൂടി ഇവിടെ എഴുതുന്ന സമയത്ത് ഈ മൂടി ഇവിടെ വെക്കാലോ, ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കാലോ ഈ മൂടി എഴുതുന്ന സമയത്ത്. അപ്പോൾ അന്നേരം ഞാൻ വിചാരിച്ചു അവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അവിടെ വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവിടെ ഡിസൈൻസ് ഒന്നും പ്രത്യേകിച്ച് കൊടുത്തില്ല. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. മൂടി കുറച്ച് ലൂസായി പോയിട്ടുണ്ട്. പിന്നെ സ്റ്റിക്കേഴ്സ് ഇളകി വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് പശയിട്ട് ഒട്ടിച്ച് റെഡിയാക്കണം. ഇതിൻ്റെ പുറകിൽ പ്ലെയിനായിട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു പശയൊക്കെ ഒട്ടിയിട്ടൊരു കളർ മാറിയായിരുന്നു. വൃത്തികേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞൻ സ്റ്റിക്കറോട് ഒട്ടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളെ സാധനം ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഐറ്റംസ് ഇഷ്ടമുള്ളവർ, സ്റ്റേഷനറീസൊക്കെ ഇഷ്ടമുള്ളവർ ഇതൊക്കെ ഉണ്ടാക്കി നോക്കണം നല്ലതാണ്. അപ്പോൾ ഞാൻ മിസ് ചെയ്യൂ.